തമിഴ്നാട്ടിൽ ഹിന്ദി വിരുദ്ധ പ്രതിഷേധം വ്യാപിക്കുന്നു. ചെന്നൈ ഗിണ്ടിയിലെ പോസ്റ്റ് ഓഫീസിന് മുന്നിലെ ബോർഡുകളിലെ ഹിന്ദി മായ്ച്ചു കളഞ്ഞു. DMK പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വിജയകുമാർ, കുറച്ച് കാലത്തിന് ശേഷമാണ് ഒരു ഹിന്ദി വിരുദ്ധ സ്വഭാവം തമിഴ്നാട്ടിൽ വരുന്നത്. പണ്ടൊക്കെ അത് വളരെ വ്യാപകമായിരുന്നു. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഭാഷാ വൈരാഗ്യമൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കുകയായിരുന്നു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു. റഹീസ്, എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന ഈ അവസരത്തിലെ വിവരങ്ങൾ? ഹിന്ദി വിരുദ്ധ പരാമർശങ്ങൾ ഈ DMK നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭാഷാ പോര്, അതിലൊരു വാക്പോരൊക്കെ നേതാക്കൾക്കിടയിൽ ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ അണികൾ ഈ സമരം പ്രത്യക്ഷത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദി വിരുദ്ധ സമരം പ്രത്യക്ഷത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ ഗിണ്ടിയിലെ ഒരു പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ്. ഇന്ന് രാവിലെ ഈ പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് DMK പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ശേഷം അവർ ഈ ഹിന്ദിയിലുണ്ടായിരുന്ന എഴുത്തൊക്കെ മായ്ച്ചു കളയുന്ന ഒരു സാഹചര്യമാണുള്ളത്. തമിഴിലെയും ഇംഗ്ലീഷിലെയും എഴുത്തുകൾ അതുപോലെ നിലനിർത്തി ഹിന്ദിയിലെ എഴുത്തുകൾ മായ്ച്ചു കളയുക. ഇന്നലെ രാവിലെ തുടങ്ങിയ ഒരു പ്രതിഷേധ രീതിയാണിത്. കാരണം ഇന്നലെ 2 റെയിൽവേ സ്റ്റേഷനുകളിലേക്ക്, ആദ്യം പൊള്ളാച്ചിയിലാണ് രാവിലെ 7 മണിക്ക് സമാനമായ ഒരു പ്രതിഷേധമുണ്ടായി. പിന്നീട് അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനുകൾ കയറി DMK പ്രവർത്തകർ, ഇപ്പോൾ നിലവിൽ 5 റെയിൽവേ സ്റ്റേഷനുകൾ കയറി DMK പ്രവർത്തകർ അവിടുത്തെ ഹിന്ദി മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ 2 റെയിൽവേ സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള സംഭവമുണ്ടായി, പ്രതിഷേധമുണ്ടായി. പിന്നീടാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസുകളിലേക്ക് കൂടി DMK പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധം വ്യാപിപ്പിക്കുന്നത്. ഒപ്പം തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന BSNL കേന്ദ്രത്തിലേക്ക് കയറി, അതിൻ്റെ ഓഫീസിലേക്ക് കയറിയും ഈ തമിഴ് നിലനിർത്തി, ഇംഗ്ലീഷ് നിലനിർത്തി ഹിന്ദി മായ്ച്ചു കളയുന്ന ഒരു പ്രതിഷേധ രീതിയിലേക്കൊക്കെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ DMKയുടെ വിദ്യാർത്ഥി സംഘടനകൾ ഈ പ്രതിഷേധം ഏറ്റെടുക്കുന്നു. നാളെ മുതൽ തെരുവിലിറങ്ങി സമരം ചെയ്യുമെന്നാണ് DMKയുടെ വിദ്യാർത്ഥി സംഘടന അറിയിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ത്രിഭാഷാ നയത്തിനെതിരെ രംഗത്ത് വരുന്നു. അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് BJP നേതാക്കൾ എത്തുന്നു. വാക്പോരെന്ന് പറഞ്ഞാൽ രൂക്ഷമായ വാക്പോരാണ്. അണ്ണാമലൈ, നിനക്ക് ചുണയുണ്ടെങ്കിൽ ഒന്നുകൂടി ഗെറ്റ് ഔട്ട് മോദി എന്ന് വിളിക്കടാ എന്നാണ് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനോട് പറഞ്ഞത്. ആ ഒരു ചലഞ്ചൊക്കെ അവിടെ നിലനിൽക്കുന്നു. അത് ഏറ്റുകൊടുത്തുകൊണ്ട് മറുഭാഗത്തുള്ള നേതാക്കൾ എത്തുന്നു. അങ്ങനെ വലിയ സമരം ഉണ്ടാകുന്നു. നാളെ ശ്രദ്ധിക്കേണ്ടത്, നാളെ കേന്ദ്രമന്ത്രി അമിത്ഷാ തമിഴ്നാട്ടിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം വിദ്യാഭ്യാസ മന്ത്രിയും ഈ ആഴ്ച തമിഴ്നാട്ടിലേക്കും. എന്തായാലും വലിയ രീതിയിലേക്ക് പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക്, പ്രതിഷേധത്തിലേക്കൊക്കെ ഈ ഭാഷാ പോര് വഴിമാറിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു റഹീസ്. ചെന്നൈയിൽ നിന്നാണ് റഹീസ് ചേർന്നത്. എന്തായാലും ഒരു ഭാഷയുടെ പേരിൽ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ആകണമെന്നുള്ള കാര്യം ആലോചിക്കേണ്ടതാണ്.